കൊല്ലം പുനലൂരിൽ 19-കാരിയെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതിക്കും മാതാവിനുമായി അന്വേഷണം ഊർജിതം. പത്തനാപുരം കല്ലുംകടവ് ശാലയംപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സുനിൽകുമാറിനെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ ഭാര്യ ജലജ, മകൻ മിഥുൻ എന്നിവർ ഒളിവിലാണ്. വാട്ടർ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടും മോട്ടോർ നിർത്താത്തത് ചോദ്യം ചെയ്താണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത് എന്നാണ് വിവരം. ആക്രമണത്തിനിരയായിട്ടുള്ള ഹന്ന ഫിലിപ്പ് വീടിന് മുന്നിൽ CCTV ക്യാമറ സ്ഥാപിച്ചതിനെ ചൊല്ലിയും പ്രതികളുമായി തർക്കം നിലനിന്നിരുന്നു. പ്രതികൾക്കായി അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചു. വെള്ളം നിറഞ്ഞു കവിഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് 19-കാരിയെ വീടിനുള്ളിൽ നിന്നും പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചത്. കല്ലുംകടവ് ശാലയപുരം തുരുത്തി ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹന്ന ഫിലിപ്പ് രാജിയെയാണ് അയൽവാസികൾ മർദ്ദിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. രാവിലെ 11 മണിയോടെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിനിരയായ ഹന്ന ഫിലിപ്പ് രാജിയും ആക്രമണം നടത്തിയവരും ഒരേ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ഇരുവരും വെള്ളത്തിനായി ഒരു മോട്ടറാണ് ഉപയോഗിച്ചു വരുന്നത്. ഇതിനിടെ സുനിൽകുമാറിന്റെ കുടുംബം ടാങ്കിൽ വെള്ളം നിറച്ചപ്പോൾ ടാങ്ക് കവിഞ്ഞൊഴുകുന്നത് ഹന്ന ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതരായാണ് സുനിൽകുമാറും ഭാര്യ ജലജയും മകൻ മിഥുനും ചേർന്ന് പെൺകുട്ടിയെ വീട്ടിൽ കയറി മർദ്ദിച്ചത്. മിഥുൻ സ്ഥിരമായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു വരുന്നതായി മുമ്പും പരാതി ഉയർന്നിട്ടുണ്ട്. ഫ്ളാറ്റ് ഉടമ നിരവധി തവണ മിഥുനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഇതിനിടെ ഇവിടെ CCTV ക്യാമറ സ്ഥാപിച്ചതും പ്രതികളുമായി തർക്കം രൂക്ഷമാകാൻ കാരണമായി. സംഭവത്തിൽ മിഥുന്റെ പിതാവ് സുനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോയ മിഥുനും അമ്മ ജലജയ്ക്കും വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.